ബിഗിനേഴ്സായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ മേക്കപ്പ് ലവേഴ്സിനും ഇങ്ങനത്തെ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഒരു റിവ്യൂ അറിയണം എന്നുള്ള ആൾക്കാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാനലായിരിക്കും ഇത്. ഇന്ന് നമ്മൾ 5 സ്പ്രേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്പ്രേ മീൻസ് ഫിക്സിങ് സ്പ്രേസും സെറ്റിംഗ് സ്പ്രേസും. 5 ഒരു ലാസ്റ്റിംഗ് പവർ അല്ല നമ്മൾ ചെക്ക് ചെയ്യണത്. സ്മഡ്ജ് പ്രൂഫ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. എന്തായാലും നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് CS എസെൻഷ്യൽസിൻ്റെ ഈ ഗ്ലോ ഫിക്സ് വാട്ടറാണ്. ഇത് നമുക്കൊരു പ്രൈം വാട്ടറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ വർക്കിൻ്റെ ഇടയിൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റണ ഒരു സെറ്റിംഗ് സ്പ്രേ ആണിത്. നോട്ട് ഫിക്സർ, സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതിൻ്റെ ഒരു റേറ്റ് കാര്യങ്ങളും നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്യും. നമുക്ക് എന്തായാലും ഒരു ഐ ഷാഡോ നമ്മൾ കയ്യിൽ സ്വൈപ്പ് ചെയ്തിട്ട് ഒരു 3 ടൈംസ് ഇതിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് സ്മഡ്ജ് ചെയ്യുമെന്ന് ടെസ്റ്റ് ചെയ്യാം. ഈ സ്പ്രേ കംപ്ലീറ്റ് ഡ്രൈ ആവാണ്ട് നമ്മൾ മേക്കപ്പിൻ്റെ ഇടയിലായാലും റിയൽ വർക്കിലായാലും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ആവും കേട്ടോ. നമ്മൾ ഡ്രൈ ആയതിനു ശേഷം മാത്രം ഇതിൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യാം. എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഞാൻ എൻ്റെ വാനിറ്റിയിലുണ്ടെങ്കിൽ ഇതുവരെ ഇതിങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ശരിക്കും സ്മഡ്ജ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് ഞാൻ വളരെ നന്നായിട്ട് ടഫായിട്ട് മാത്രം ഒന്ന് കൈവച്ച് വലിച്ചപ്പോൾ എൻ്റെ കയ്യിലേക്ക് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു റേറ്റും ഇതിൻ്റെ ഒരു ഒരു അളവും 100 ml പ്രൊഡക്റ്റും ഈ ഒരു റേറ്റിന് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും വർത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് ശരിക്കും മാക്കിൻ്റെ ഒരു ഡ്യൂപ്പായിട്ട് പറയണ ഒരു പ്രൊഡക്റ്റാണ്. അടുത്തത് നമ്മൾ മാക്കാണ് ചെക്ക് ചെയ്യേണ്ടത്. മാക്കിൻ്റെ 30 ml പ്രൊഡക്റ്റ് റേറ്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് സാമ്പിൾ പാക്കാണ്. ഇത് ഇങ്ങനത്തെ ഒരു പാക്ക് നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഇത് ഫ്രീ കിട്ടിയതാണ്. ഓക്കെ, നമുക്ക് വേറൊരു ഐ ഷാഡോ എടുത്ത് നമ്മൾ സ്വൈപ്പ് ചെയ്തു. അതും ഒരു 3-4 ടൈംസ് സ്പ്രേ ചെയ്തു. ഡ്രൈ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, മാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലോ തരും. ഇത് ഇടയിലൊക്കെ ഇങ്ങനെ മേക്കപ്പിൻ്റെ സ്റ്റെപ്പിൻ്റെ ഇടയിൽ യൂസ് ചെയ്തിട്ട് മേക്കപ്പിന് നല്ലൊരു ഗ്ലോ തന്നെ, ഒരു ഷൈനിങ് തന്നെ, ഒരു നാച്ചുറൽ ഫിനിഷൊക്കെ തരും കേട്ടോ. നല്ല സ്പ്രേ തന്നെയാണ് മാക്കും. പക്ഷേ ഇതിൻ്റെ സ്മഡ്ജ് പ്രൂഫ് ആണോ എന്ന് ഇപ്പം കാണാം. ഓക്കെ, ഇത് സ്മഡ്ജ് പ്രൂഫ് അല്ല ഗൈസ്. ശരിക്കും ഈ ഒരു റേറ്റിൽ ശരിക്കും ഒരു സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ളത് നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ അങ്ങനെയല്ല. CS വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഡ്യൂപ്പായിട്ട് പറയണതാണ് CS. പക്ഷേ എന്നിട്ടും CS ഇതിൽ നന്നായിട്ട് സ്മഡ്ജ് പ്രൂഫായിട്ട് നിൽക്കുന്നുണ്ട്. മാക്ക് അങ്ങനെ നിൽക്കുന്നില്ല. സോ അതിൻ്റെ മാക്കിൻ്റെ ലാസ്റ്റിങ് പിന്നെ നമുക്ക് ആലോചിക്കണ്ടല്ലോ. ഇനി അടുത്തത് നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ട് വേറൊരു കയ്യിൽ അടുത്ത ഈ ഷാഡോ അപ്ലൈ ചെയ്യാണ്. അടുത്ത പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത പ്രൊഡക്റ്റ് ഇത് അർബൻ ഡിക്കേൻ്റെ ഓൾ നൈറ്റർ സെറ്റിംഗ് സ്പ്രേ ആണ്. സെറ്റിംഗ് സ്പ്രേ എന്നാണ് മെൻഷൻ ചെയ്തതെങ്കിലും ഇവർ പറയുന്നുണ്ട് ഇത് ഇടയിൽ കൊടുക്കാം, അതുപോലെ തന്നെ ലാസ്റ്റും കൊടുക്കാം, ഫിക്സറായിട്ടും യൂസ് ചെയ്യാമെന്നാണ് പറയണത്. നമ്മൾ ഐ ഷാഡോ സ്വൈപ്പ് ചെയ്തു. ദെൻ നമ്മൾ ഡ്രൈ ഔട്ട് ആവാൻ വെയിറ്റ് ചെയ്തു. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് സ്മഡ്ജ് ആവുന്നില്ല കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ്. ഇത് നല്ലൊരു നാച്ചുറൽ ഫിനിഷാണ്. ഒട്ടും ഡ്രൈ ഔട്ട് ആക്കാത്ത രീതിയിലാണ് ഫിക്സറായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പെർഫോമൻസ്. അതുപോലെ വളരെ ഒരു ടിൻറ്റ് മാത്രമാണ് എൻ്റെ കയ്യിലിട്ട് വന്നിട്ടുള്ളൂ. സോ ഈ ഒരു റേറ്റിന് ഇത് വർത്ത് തന്നെയാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാം എന്നാണ് പറയണത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കുമല്ലേ ഇത്. എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് സ്പ്രേ ചെയ്യുമ്പോൾ ആ ഒരു സ്പ്രേ വാട്ടർ പുറത്തേക്ക് വന്ന ആ ഒരു സ്മൂത്ത്നെസ്, അത്രയും സ്മൂത്തായിട്ട് അത് പുറത്തേക്ക് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ സ്മഡ്ജിങ്ങും ലാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിത് ഇപ്പം അറിയാൻ പറ്റും. നമുക്കിതൊന്ന് കംപ്ലീറ്റ് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിലൊന്നുമില്ല എന്നാണ് ഞാൻ കാണിക്കുന്നതിൻ്റെ അർത്ഥം കേട്ടോ. ഓക്കെ, ഇത് സ്മഡ്ജ് ആവുന്നുണ്ട് കേട്ടോ. സ്മഡ്ജ് ആവുന്നുണ്ട്. ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കയ്യിൽ ഇരിക്കണ കാണാം. പക്ഷേ ഇത് സ്മഡ്ജ് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നല്ലൊരു ഇടയിൽ, അതായത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു സെറ്റിംഗ് സ്പ്രേസ് യൂസ് ചെയ്തിട്ട് അവസാനം, ഇതൊരു ഫിക്സറാണ്. സോ ഇത് അവസാനം യൂസ് ചെയ്യേണ്ടതാണ്. അവസാനം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലാസ്റ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, ലാസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. എൻ്റെ ഫേവറേറ്റ് മീൻസ് എനിക്ക് ഈ മേക്കപ്പിൻ്റെ ഇങ്ങനത്തെ ലക്ഷറിയസ് പാക്കിങ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരു പാക്കിംഗ് ആണ് ഇതിൻ്റെ കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഒരു ഫിനിഷ് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ഹൈ എൻഡ് ബ്രാൻഡാണ്. നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ളൊരു വർത്താണോ എന്നതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് നോക്കാം. ഇതും സെറ്റിംഗ് സ്പ്രേ എന്നാണ് മെൻഷൻ ചെയ്തത്. പക്ഷെ നമുക്ക് മേക്കപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഫിക്സറായിട്ടും ഉപയോഗിക്കാം, സെറ്റിംഗ് സ്പ്രേസ് ആയിട്ടും യൂസ് ചെയ്യാം. അതായത് ഇടയിലും കൊടുക്കാമെന്നാണ് പറയുന്നത് അവർ. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇത് സ്മഡ്ജ് ആവുന്നില്ല കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്. സ്മഡ്ജ് ആവുന്നില്ല.
നന്നായിട്ട് വലിക്കുമ്പോൾ ഒരു ഇത്തിരി ടിൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റിങ് കാര്യങ്ങളും ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റിൻ്റെയും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ സ്മഡ്ജ് ചെയ്യുന്നില്ല നമുക്ക് എന്തായാലും ഡ്രൈ ഔട്ട് ആയതിനു ശേഷം. പിന്നെ ഈ ഷാർലറ്റ് ആണെങ്കിൽ ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യുമ്പോഴാണ്, അതായത് ഡ്രൈ സ്കിന്നുകാർക്കാണ് ഒരു മേക്കപ്പ് ഫിക്സറായിട്ട് കൂടുതലും വർക്ക് ചെയ്യുക ഓയിലി സ്കിന്നിനേക്കായും. ഓക്കെ, ഓയിലി സ്കിന്നാണ് നിങ്ങളുടെയെങ്കിൽ അർബൻ ഡിക്കൊക്കെ ആയിരിക്കും ഒരു ഫിക്സറായിട്ട് യൂസ് ചെയ്യാൻ നല്ലത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു റിവ്യൂ എന്ന് പറയണത്. എൻ്റെ ഫേവറേറ്റ് ഷാർലറ്റ്, അർബൻ ഡിക്ക്, അതുപോലെ CS എസെൻഷ്യൽസ് ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്